ആ കമ്പ്യൂട്ടറിൽ പറ്റുന്നുണ്ട് അല്ലേ? ശരി. So we can start with the rest of the topics. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ എടുത്തത് എന്തായിരുന്നു? പിന്നെയും ക്ലൗഡിലേക്ക് പോവുകയാണ്, ക്ലൗഡ് സെർവറിലേക്ക് പോവുകയാണ്. അത് മൂന്നാളും കൂടി ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും റെക്കോർഡിംഗ് ഓഫ് ചെയ്യും. പക്ഷെ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, ഞങ്ങൾ അതൊക്കെ ചെയ്യാറുള്ളതാണ്. ഇപ്പൊ തിരിച്ചതിലേക്ക് തന്നെ വന്നു. എന്നാ മിഹാൽ അത് ഓഫ് ചെയ്യും. മിഹാൽ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ക്ലൗഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതെന്ത് നിന്റെ അവിടുത്തെ എന്തൊരു പ്രോബ്ലം ഉണ്ടാണ്. ഓക്കെ, ബാക്ക് ടു ദ ക്ലാസ്. നമ്മൾ 5 മിനിറ്റ് ഇപ്പൊ തന്നെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എങ്ങനെ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ബൈനറിയിലേക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. അതിപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഇന്ന് വേറെ ഒരു സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേറെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് നോക്കാം. നമ്പർ സിസ്റ്റം വരെ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു ടോപ്പിക്. അപ്പൊ നമുക്കതിൽ ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് വേറെ പ്രോബ്ലം നോക്കാം. അതില് പോയിന്റ് ഉള്ള ഒരു നമ്പർ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കി നോക്കാം. So, 71.32 ഇതിനെ നമ്മൾ എങ്ങനെ ബൈനറിലേക്ക് മാറ്റും? 71നെ മാറ്റാൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനെ മാറ്റുന്നു? നമ്മൾ ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാതെ 71 എടുക്കുന്നു, 2 കൂടി ഡിവൈഡ് ചെയ്യുന്നു, 35 റിമൈൻഡർ മാറ്റി എഴുതുന്നു. ഇവിടെ റിമൈൻഡർ 1 വരുന്നു. അഗൈൻ ഡിവൈഡഡ് ബൈ 2, 17 ആൻസർ വരുന്നു. 1 മാറ്റി എഴുതുന്നു റിമൈൻഡർ. ദെൻ അഗൈൻ 2, 8 2 16 1. Then again divided by 2, 4 2 8 0. Again divided by 2, but answer 0. Divided by 2, the answer is, so 1, the answer is 1. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ 1 1 0 0 1 1 1 എന്ന ആൻസർ. ഇവിടുത്തെ ആൾക്ക് ഒരു കാര്യം പറ്റിയത് ഞാൻ എന്താ പറയുക, ഇവിടുത്തെ എനിക്ക് ഇവിടെ സെറ്റിംഗ്സ് ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ ഒന്നും കൂടെ ഞാൻ ചെയ്തു തരാം കേട്ടോ. എൻ്റെ സ്ക്രീൻ കുറച്ച് അങ്ങോട്ട് ഈ ബോർഡിനായിട്ട് ഒരു കംഫർട്ടബിലിറ്റി വേണം, എന്നാലാണ് അത് കംഫർട്ടബിൾ ആയിരിക്കണം, എന്നാലേ നമുക്ക് അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മാറിപ്പോയി ക്ലാസ് ബോർഡ് ചെയ്യല്ലോ. നമ്മൾ പറഞ്ഞ 71.35 അല്ല ആൻസർ ചോദിച്ചത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 71 അത് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടി? 35 ആൻസർ കിട്ടി. റിമൈൻഡർ 1. Then divided by 2. Again the answer is 17. Remainder 1. Then 2. 8. Answer is 1. Then 2. Answer is 4. Remainder is 0. Then 2 divided by 2. The answer is 4. Then divided by 2. The answer is 1. The remainder is 0. So 1 0 0 0 1 1 1 is the answer of 71. നമ്മളിപ്പോൾ 71നെ മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി നമുക്കൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ എന്താണ്? 0.35നെ നമുക്ക് എങ്ങനെ മാറ്റാം? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ 0.35നെ മാറ്റണം. 0.35 എന്ന് പറഞ്ഞാൽ 0.35. അപ്പൊ നമ്മൾ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്താ ചെയ്തത്? ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 ഇങ്ങനെ ചെയ്തു പോകുന്നു അല്ലേ? അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഡെസിമലിന്റെ ഇപ്പുറത്തുള്ള ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ ഇൻറ്റു 2 ആണ് ചെയ്യുക. ഇപ്പുറത്ത് ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്തതെങ്കിൽ അപ്പുറത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? ഇൻറ്റു 2. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.70. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പോയിന്റിന്റെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? 0 ഉള്ളത്. അത് നമ്മൾ മാറ്റി എഴുതി. 0 മാറ്റി എഴുതി. ഇനി നമ്മൾ നിർത്താനായിട്ടില്ല. നമുക്ക് ഇവിടെ എന്താ ആൻസർ കിട്ടിയത്? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? 71 ഡിവൈഡ് ബൈ 3 35 കിട്ടി. ഈ 35 വീണ്ടും ഡിവൈഡ് ചെയ്തു. 70 കിട്ടി. 70 വീണ്ടും ഡിവൈഡ്, അങ്ങനെ ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 0.70. അതിന് നമ്മൾ വീണ്ടും എടുത്തു 0.70 ഇൻറ്റു 2. അതായത് ഇപ്പുറത്തെ ഡിവൈഡ് ബൈ 2 ആണെങ്കിൽ 2 കൊണ്ട് ഹരിച്ചെങ്കിൽ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. അപ്പൊ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 1.40. നമ്മൾ എന്ത് മാറ്റി എഴുതി?
പോയിന്റിന്റെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? 1 ആണുള്ളത്. 1 കിട്ടി. ഇനി നമ്മൾ വീണ്ടും എടുക്കുകയാണ് ഇവിടുത്തെ ആൻസർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഒരു 1.40 ഈ 1.40 മുഴുവൻ എടുക്കരുത്. ഈ 1 കൊടുക്കാൻ ഈ 1 നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ള എന്താണ്? 0.40 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 0.80. എന്ത് മാറ്റി എഴുതി? 0 മാറ്റി എഴുതി. കാരണം പോയിന്റ് ഇപ്പുറത്തുള്ളത് 0 ആണ്. ഇനിയിപ്പോൾ നമുക്കൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഗുണിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അപ്പോ നമുക്കറിയാം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ 1ലേക്ക് എത്തി. ഇത് ഗുണിച്ചങ്ങനെ നമുക്ക് എവിടേക്ക് എത്താന്ന് പറയാൻ പറ്റില്ല. എത്ര കാലം കൊല്ലങ്ങളിൽ നിന്ന് ഗുണിച്ചത് തീരാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ നിർത്തുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് താഴത്തേക്ക് എടുക്കുക. നമ്മൾ ഇവിടെ എടുത്തത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് എടുത്തത് അല്ലേ? ഇവിടെ എന്ത് ചെയ്തു? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നേരെ താഴത്തേക്ക് എടുക്കും. താഴത്തേക്ക് എടുക്കുമ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടുന്നത്? 0, 1, 0 ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം? 71.35 നമുക്ക് എങ്ങനെ കിട്ടി? 100011 പോയിന്റ്. കാരണം ഈ 100011 നമുക്ക് അതിനെ 71-ന്റെയാണ്. ഇനി നമുക്ക് ഈക്വൽ ടു എന്ന് എഴുതി നമ്മൾ എന്ത് എഴുതും? 0.35 കൂടി എഴുതാം. അപ്പൊ 0.35 എന്ത് എഴുതും? നമുക്ക് 0.35 നമുക്ക് എന്ത് കിട്ടി? 010 ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് എഴുതിയെടുത്തോളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഒന്ന് എഴുതിയെടുത്തോളൂ എങ്ങനെയാണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ക്ലിയർ ആവും. പെട്ടെന്ന് എഴുതിയെടുക്കണം കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ് ഒന്ന് നോക്കി. ഞാൻ ചിലപ്പോൾ ചാറ്റ് ബോക്സ് ഒക്കെ ഞാൻ ലോക്ക് ചെയ്യും. ഞാൻ പറ്റും ഇനി നമ്മളെ വെയിറ്റിംഗ് റൂം ഇപ്പൊ ഞാൻ ഒക്കെ ചെയ്യുന്നില്ല. 5 മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റേസ് എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ക്യാമറ ഓൺ ആക്കാം, സോറി മറ്റേ മൈക്ക് ഓൺ ആക്കാം, എന്നിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൂടെ വെയിറ്റ് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഡൗട്ട് ചോദിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ലിങ്ക് ഞാൻ ആ സമയത്ത് വീഡിയോയിൽ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ചെയ്തോളാം. ഒന്നുകൂടെ നോക്കിക്കോളാം എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് റിപ്പീറ്റേഷനും കൂടി ആയി ക്ലാസ് കേട്ടോ. ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യാം. 34.71 ചെയ്യാം. ഇത് ഡെസിമൽ നമ്പറാണ്, ബേസ് എഴുതിയിട്ടില്ല. സോ ഇറ്റ് ഇസ് എ ഡെസിമൽ നമ്പർ. നമുക്ക് എങ്ങനെ മാറ്റാം ഇതാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 34-നെ മാറ്റണം. 34-നെ മാറ്റാൻ പ്രാവശ്യം പഠിച്ച കാര്യം എന്നാലും ഞാൻ നിങ്ങൾക്ക് മാറ്റി തരാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ 0, 8, റിമൈൻഡർ 1, 2, 4, remainder 0, then 2 divided by 2, it is again 0, then 2, it is 1, it is 0. So 34-നെ മാറ്റിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1, 0, 0, 0, 1, 0. നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല. Take in this fashion, you will get like this. Then we have to convert more. 0.71-നെ കൂടി നമുക്ക് കൺവേർട്ട് ചെയ്യണം.
എങ്ങനെ 0.71 നമ്മൾ കൺവേർട്ട് ചെയ്യും? ഇൻറ്റു 2. ഇവിടെ ഡിവൈഡ് ബൈ 2 ആയിരുന്നു, ഇവിടെ എന്താണ്? ഇൻറ്റു 2 ആണ്. സോ ദ ആൻസർ ഈസ് 1.42. നമ്മൾ എന്ത് മാറ്റി എഴുതും? 1.42ലെ ഈ പോയിന്റ് ഇപ്പുറത്തുള്ളത് എന്താണ്? അതിനെ അങ്ങോട്ട് മാറ്റി എഴുതും. എന്തായാലും എക്സാമിനേഷൻ ചോദിക്കുന്ന ചോദ്യങ്ങളാട്ടോ ഈ സാധനം ചോദിക്കും. അപ്പോൾ 1.42ലെ 1നെ നമ്മൾ പോയിന്റ് ഇപ്പുറത്തുള്ളത് 1 ആണ്, നമ്മൾ അതിനെ അങ്ങോട്ട് മാറ്റി എഴുതും. ഇനി നമ്മൾ രണ്ടാമത് എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരും ഗുണിക്കാൻ വേണ്ടിയിട്ട്? ഇവിടെ 1.42ലെ 1നെ അങ്ങോട്ട് കൊണ്ടുപോയി ബാക്കി എന്താ ഉള്ളത്? 0.42 ആണ്. സോ വിട്ട് 0.42 into 2. So here it is 0.84. എന്ത് മാറ്റി എഴുതും നമ്മൾ? 0നെ മാറ്റി എഴുതും. Then again we will take 0.84 here into 2. So here 1.68. നമ്മൾ എന്ത് മാറ്റി എഴുതും? 1 മാറ്റി എഴുതും. Now we have done 3 steps here. Now we can stop. And how we will take? We will take in this fashion. So you will get 0.101. Right? 0.71 convert ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.101 കിട്ടി. So we will combine our answer. 34നെ നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ട് that is 10000.101. This is the answer. I think now you are more clear. Now take this. നമുക്ക് ഈ ലൈവ് ക്ലാസ്സിൽ അധികം ഡൗട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ നമുക്ക് കുറെ ഓരോരുത്തരുടെ ഡൗട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എന്താ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഞങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും വെക്കും. അത് S1C-ക്ക് D-ക്ക് കൂടെ ഒരു സെഷൻ വെക്കും. ദെൻ കൊമേഴ്സ് 3 ക്ലാസ്സിലൂടെ ഒരു സെഷൻ വെക്കും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് അത് ലൈവ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കയറാം. അതൊരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഡൗട്ട് ക്ലിയറിംഗ് വെക്കുക. അതിന് പുറമെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ പരസ്പരം ഷെയർ ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ എന്നോട് ചോദിക്കാം, സമയത്ത് അത് മനസ്സിലായില്ല എങ്ങനെയാണ്. then I will make it more clear. Okay. ഈ ലൈവിൽ തന്നെ നമുക്ക് കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ചെയ്യുന്ന പ്രോബ്ലംസ് വേറെ എഴുതില്ല. Fine. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് തരാം. അത് നിങ്ങൾ ഒരു 2-3 പ്രോബ്ലം തരാം. നിങ്ങൾ ചെയ്ത് എടുത്തു തുടങ്ങിയാണെങ്കിൽ 17.48 to 39.31. മൂന്നാമത്തെ 91.89. ഈ 3 പ്രോബ്ലംസും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാം. ഇത് റിമെമ്പർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വെറും ഒരു ബൈനറി, വെറും ഒരു ഡെസിമൽ നിങ്ങൾക്ക് ബൈനറി ആക്കാൻ ചോദിക്കില്ല. നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ 34 പോയിന്റ് ഉള്ള ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും മാറ്റാൻ ചോദിക്കുക. സോ ടേക്ക് ദീസ് 3 ക്വസ്റ്റ്യൻസ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, അത് സമയമുള്ളപ്പോൾ ചെയ്തോളൂ. നൗ വി ആർ മൂവിങ് ടു അനദർ സെക്ഷൻ. നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ബൈനറിയിൽ നമ്മൾ എങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കാൻ മാറ്റും എന്നായിരുന്നു നമ്മൾ ഇത് നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെ തിരിച്ചാക്കാൻ പറ്റും. തിരിച്ചാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈനറി തന്നു, അതിനെ നമുക്ക് എങ്ങനെ ഡെസിമൽ ആക്കാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും അതൊന്നും. സോ നമ്മൾ ഹെഡിങ് എഴുതിയിരിക്കുക ബൈനറി. ബൈനറി സ്പെല്ലിംഗ് നോക്കണം, BINARY ആണ്. പല ആൾക്കാരും ERY എഴുതും. ബൈനറി ടു അതുമാതിരി ഡെസിമലിന്റെ AL ആണ്, EN ആണ്. ബൈനറി ടു ഡെസിമൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ്. ഇതിനിടെ ആർക്കെങ്കിലും വല്ല സൗണ്ട് കേൾക്കായി ചിലപ്പോൾ ചില നിങ്ങളെ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആയിരിക്കും. അല്ല, ഒന്നിച്ച് കുറെ ആൾക്കാർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോ എന്നെ കോൺടാക്ട് ചെയ്യണം. ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ വിഷയം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ. അപ്പൊ എങ്ങനെയാണ് ഇനി ബൈനറി ടു ഡെസിമൽ നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ നമുക്കൊരു ഡെസിമലിനെ ബൈനറി ആക്കാൻ നമ്മൾ പഠിച്ചു. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് 30 എന്നുള്ള നമ്പർ ബൈനറി ഡെസിമൽ നമ്പർ, അതിനെ നമ്മൾ ബൈനറി ആക്കി മാറ്റി നമുക്ക്
ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ 1 1 ഇപ്പൊ ചെയ്തത് എന്താണ്? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 30-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നിങ്ങൾക്ക് ഈ ആൻസർ. ഇനി അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് തന്നു വെച്ചാൽ 1 1 1 1 0. നമുക്ക് അതുപോലെ വേറെ സിമ്പിൾ എക്സാമ്പിൾ 6 നമ്മൾ ബൈനറി ആക്കി മാറ്റിയാൽ നമുക്ക് ഇത് ആൻസർ 1 1 0 നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ ചോദ്യം, ഈ 1 1 0 തന്നിട്ട് അതിനെ ഡെസിമൽ ആക്കാൻ പറഞ്ഞു നമുക്ക് 6 കിട്ടണം. അതാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുൻപേ ആയി യു ഹാവ് ടു നോ സം ബേസിക് മാത്തമെറ്റിക്സ്. അത് കമ്പ്യൂട്ടർ ഒന്നുമല്ല, മാത്സ് ആണ്. വെറും മാത്സ്. നിങ്ങൾ ഇതുവരെ പഠിച്ച 8ാം ക്ലാസ് മുതൽ പഠിച്ച കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ചില കാര്യം വരും. ഇത് എന്താണ് വായിക്കുക? 2 raised to 2 എന്നാണ് വായിക്കുക. വാട്ട് ഇസ് ഹിയർ? 2 raised to 3. വാട്ട് ഡു മീൻ ബൈ 2 raised to 3? 2 power 3 എന്ന് പറയും, 2 raised to 3 എന്ന് പറയും. 2 ഘാതം എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പവർ എന്ന് പറയും. അപ്പൊ 2 power 3 എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആൾക്കാരും പെട്ടെന്ന് ആൻസർ എഴുതും 6 എന്ന് എഴുതും. ആൻസർ 6 അല്ല. 2 power 3 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 ആണ്. That means 2 into 2 4, 4 into 8. That means 2 is multiplied by 3 times. 2 raised to 4 means 2 is multiplied by 4 times. അപ്പോൾ നമുക്ക് ആൻസർ 16 ആണ്. 2 raised to 5 means 2 is multiplied by 5 times. That is 2 into 2 into 2 into 2 into 2. This is 32. Okay. അപ്പോൾ ഈ 2 ഇത് നമ്മൾ ഈ ചാപ്റ്റർ നോക്കണം. ഇവിടെ പോലെ തന്നെ നമുക്ക് വേറെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് 2 raised to 1 എന്താണ് ആൻസർ? 2 raised to 1 is 2. Then another important concept, 2 raised to 0 എന്താണ് ആൻസർ? 2 raised to 0 എന്ന് പറഞ്ഞാൽ the answer is 1. 2 raised to 0 എന്നല്ല, anything raised to 0. എന്തിന്റെയും മുകളിൽ പവർ 0 ആണോ ആൻസർ 1 ആണ്. 100 raised to 0, the answer is 1. P raised to 0, the answer is 1. Computer science raised to 0, the answer is 1. Murkanad raised to 0, the answer is 1. Anything raised to 0 is 1. അപ്പൊ ഇത് വളരെ ഓർമ്മിച്ച് വയ്ക്കുക. പവർ 0 ആണോ? പല ആൾക്കാരും തെറ്റിയത് 0 എഴുതും. എനിത്തിങ് റേസ്ഡ് ടു 0, ദ ആൻസർ വിൽ ബി 1. ക്ലിയർ? ഇനി നമ്മൾ നോക്കാം പ്രോബ്ലത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് ഈ 6 നോക്കാം. അപ്പൊ 1 1 0നെ ഇത് ബൈനറി നമ്പർ ആണ്. ഇതിന് നമുക്ക് എങ്ങനെ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ ആക്കാൻ പറ്റും? ഇതൊക്കെ എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റൈറ്റ് ലൈക്ക് ദിസ് 1 into 2, ഈ 1 into 2 പ്ലസ് 1 into 2 പ്ലസ് 0 into 2. ഓരോ ഇതിലത്തെ 1 1 0 ആണല്ലോ. അതിന്റെ ഓരോന്നിനെയും മാറ്റി മാറ്റി എഴുതിയിട്ട് into 2 into 2 into 2 അതിനെ എല്ലാറ്റിനും കൂടി. ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ്. വെരി സിമ്പിൾ, വളരെ സിമ്പിൾ. ആദ്യം കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കുന്നത് ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പവേഴ്സ് ഇട്ട് പോകാം. സോ ഹിയർ പുട്ട് ദ ആൻസർ 0, ഹിയർ പുട്ട് ദ ആൻസർ ദ നമ്പർ 1, ഹിയർ പുട്ട് ദ നമ്പർ 2. സോ 2 raised to 0, ഹിയർ 2 raised to 1, ഹിയർ 2 raised to 2. നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇവിടെ 1 into 2 raised to 2 എന്ന് പറഞ്ഞാൽ 2 into 2. 2 is multiplied by 2 times, the answer is 4. Here 1 into 2 raised to 1 means it is 2. 2 raised to 1 എന്ന് പറഞ്ഞാൽ രണ്ടിനെ ഒരു പ്രാവശ്യം ഗുണിക്കുക. ഞാൻ പറഞ്ഞു, the answer is 2. 1 into 2. Here 2 raised to 0, അപ്പൊ ആൻസർ 1 കിട്ടും. പക്ഷെ 1 എന്തെങ്കിലും കാര്യമില്ല, ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ അപ്പുറത്തുള്ള നോക്കേണ്ട കാര്യമില്ല. You write 0 here, കാരണം 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ് കിട്ടും. So the answer 1 into 4 is 4. Here 1 into 2 is 2 plus 0, 4 plus 2, the answer is 6. ഞാൻ പറഞ്ഞ 6നെ നമ്മൾ ബൈനറി ആക്കിയാൽ നമുക്ക് 1 1 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 1 1 0നെ തിരിച്ച് ഡെസിമൽ ആക്കി നമുക്ക് എന്ത് കിട്ടണം? 6 കിട്ടും. അതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, നൗ യു ക്യാൻ ടേക്ക് ദിസ്. ഇതൊന്നും എഴുതി ഈ പോർഷൻസ് ഒന്നും എഴുതിയിട്ടോന്നില്ല. ഇവിടെ ഈ കാരണം ഇതാണ് നിങ്ങൾ എഴുതിയിരിക്കുക. അത് നിങ്ങൾ 2 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ആവും. അതുകൊണ്ട് ഇപ്പൊ ഇത് മാത്രം എഴുതിയിട്ടാണ്. ചോദ്യമായിട്ട് എഴുതിയിരിക്കേണ്ടത് 1 1 0. ഹെഡിങ് ബൈനറി ടു ഡെസിമൽ എഴുതാം. 1 1 0 എന്ന് എഴുതാം. ഈ 1 1 0നെ നമ്മൾ 1 1 0 ഇത് ബേസ് ആക്കിയിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ എഴുതുന്നത്. ഇതാണ് നിങ്ങൾ എഴുതിയത്. ഇത്രയും. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ വേറൊരു പ്രോബ്ലം ചെയ്യും.
Now take another problem. Now take ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു കാര്യം ചെയ്യാം 28 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ബൈനറി ആക്കി മാറ്റിയ ഇത് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചോദിക്കുന്നത് 11100 ഇത് ബേസ്ഡ് ഇതിനെ എന്താക്കി മാറ്റണം? ഡെസിമൽ ആക്കി മാറ്റണം. അപ്പൊ അതിനെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? 1 into 2 plus 1 into 2 plus 1 into 2 plus 0 into 2 plus 0 into 2. This is the first step. Next step എന്താണ് വരുന്നത്? Put the powers 0, 1, 2, 3 and 4. The answer is 2 raised to 4 means 2 into 2 into 2 into 2. That means 16 plus here 2 raised to 3. 2 raised to 3 means don't get misunderstood, don't get a mistake to be mistaken. 2 raised to 3 is 8. So here it is 8 and 2 raised to 2 is 4. Then here 2 zeros. 0 into 0. So 16, 8, 24, 28. You try another question. 1, 0, 1, 1, 0. ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ട് നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ഇടും. നിങ്ങൾ കാണട്ടെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ചാറ്റ് ബോക്സിൽ ഇടും. കുറെ ആൾക്കാർക്ക് ആൻസർ കിട്ടി. ഞാൻ മനസ്സിലാവാത്ത ആളുകൾ ഓർക്കൂടി ഒന്ന് ചെയ്യാം. 1 into 0, 1 into 2 plus 0 into 2 plus 1 into 2 plus 1 into 2 plus 0 into 2. The next step is 0, 1, 2, 3, 4. So 2 raised to 4 it is 16. Here it is 0. 2 raised to 3 means 8, but it is 0 here. Then 2 raised to 4, then 2 plus 0. The answer is 22. കുറെ ആൾക്കാർക്ക് കിട്ടിയിരുന്നു. സോ നമ്മൾ ഈ പ്രോബ്ലംസ് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് എങ്ങനെ ഒരു പോയിന്റ് ഉള്ളതിന് ചെയ്യാൻ പറ്റും. പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പോയിന്റ് ഉള്ളതിന് ചെയ്തു. ഇവിടെ എങ്ങനെ ഒരു പോയിന്റ് ഉള്ള ബൈനറി നമ്പറിനെ നമുക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ നോക്കി 1 0 1 0 1 പോയിന്റ് 1 0 0. ഇതാണ് നമ്മുടെ ചോദ്യം. ബേസ് 2. ഇത് ഏതോ ഒരു ഡെസിമൽ നമ്പർ കൺവെർട്ട് ചെയ്ത് നമുക്ക് ഇത് കിട്ടും. അപ്പൊ ആ ഡെസിമൽ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് മാത്സ് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പൊ നമുക്കറിയാം 2 raised to 0 it is 1. Then what is 2 raised to -1? പവർ മൈനസ് ആയ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക.
അറിയുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവും, അറിയാത്തവരായിരിക്കും കൂടുതലുണ്ടാവും, കാരണം നമുക്ക് പണ്ട് പഠിച്ച കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും. പവർ മൈനസ് ആണോ ഉടനെ എഴുതാം 1/2 What is 2 raised to minus 2? The answer is 1/2 raised to 2. അപ്പോൾ 1/2 raised to 1 നമ്മുടെ ആൻസർ 1/2 കിട്ടി. 1/2 raised to 2 എന്തായിട്ട് ആൻസർ is 1/4 കിട്ടും. 2 raised to minus 3 എന്നാണ് ചോദിച്ചത്, എന്ത് കിട്ടും? 1/2 raised to 3. The answer is 1/8. ഓക്കെ, അപ്പൊ ഈ ഒരു നോളേജ് നമ്മളിവിടെ ഉള്ളിൽ വെക്കും. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ എഴുതിയ മാറ്റി തന്നെ 1 into 2 plus 0 into 2 plus 1 into 2 plus 0 into 2 plus 1 into 2 point 1 into 2 plus 0 into 2 plus 0 into 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? Put the powers from the right side. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നല്ല തുടങ്ങുന്നുണ്ട്. ഇതിന്റെ മൊത്തം തുടങ്ങുന്ന റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, പക്ഷെ അവിടെ നല്ല തുടങ്ങുന്നത് പോയിന്റ് ഇവിടെയല്ലേ ഉള്ളത്. ഈ പോയിന്റിന്റെ ഇവിടുത്തെ റൈറ്റ് സൈഡ് നോക്കാം. 0 1 2 3 4. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ പോയിന്റ് ജസ്റ്റ് ഇപ്പൊ 0 1 2 3 ഇങ്ങനെ പോയി. അപ്പൊ അങ്ങോട്ട് എന്ത് ചെയ്യും? -1 -2 -3. ഇത് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. 2 raised to 4 it is 16. Here it is 0 into 0. Here 4. Here it is 0. Here it is 1 into 2 raised to 0 means it is 1. 2 raised to 0 means it is 1. 1 into 1 it is 1. Then point. കേൾക്കുന്നില്ല. ആർക്കും കേൾക്കുന്നില്ലേ? ആരെങ്കിലും കൺമ്യൂട്ട് ചെയ്യും? കേൾക്കുന്നുണ്ടല്ലോ. ഒരാളുടെ മാത്രം പ്രോബ്ലം. മതി സ്റ്റോപ്പ് ചെയ്തോളൂ. So here 1 into 1, then here 1 into റൈറ്റ് സൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. 1 into 2 raised to minus 1 ആണ് നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞു 2 raised to minus 1 ആണെങ്കിൽ എന്താ വരിക? പവർ മൈനസ് ആണെങ്കിൽ you have to write 1/2 raised to 1 പ്ലസ് ഇവിടെ പിന്നെ എന്തായിട്ടും കാര്യമില്ല, 0 ആണ്. ഇവിടെ എന്തായിട്ടും കാര്യം 0. So the answer is 16 plus 4 20. 20 plus 1 it is 21 point. ഇനി ഞാൻ ശ്രദ്ധിക്കുന്നത് here it is 1/2. 1 into 1/2 raised to 1 ആണ്. അപ്പോൾ 1/2 raised to 1 എന്ന് പറഞ്ഞതാണ് 1/2 ആണ്. 1/2 into 1 it is 1/2. So it is 21.1/2. 21.1/2 എന്ന് എഴുതാൻ നമുക്ക് പാടില്ല. So 21.5. 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് 0.5 ആണ്. അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടി 21.5. അപ്പൊ 21.5 ആണ് എന്ത് നമ്മുടെ ഈ നമ്പറിന്റെ ഡെസിമൽ വാല്യൂ. ഓക്കെ, കേൾക്കില്ല. അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക് നമുക്ക് ഫിനിഷ് ചെയ്യാം. ചെയ്തോളൂ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. That means 1 1 0 1 1
0. 0.101. This is 2. ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് അറിയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 1 into 2 plus 1 into 2 plus 0 into 2 plus 1 into 2 plus 1 into 2 plus 0 into 2 point 1 into 2 plus 0 into 2 plus 1 into 2. ഇനി എന്താ ചെയ്യേണ്ടത്? Here it is 0 കാരണം പോയിന്റ് ഇവിടെയാണുള്ളത്. അപ്പോൾ പോയിന്റ് അപ്പുറത്തുള്ള 2ന്റെ മുകളിൽ 0 എഴുതി. It is 1, it is 2, it is 3, it is 4, it is 5. Then here put -1 is -2 and here -3. Now you simplify. 2 raised to 5 means 32. No, 2 raised to 5 means 2 into 2 into 2 into 2 into 2. 2 is multiplied by 5 times. It is not 2 into 5. It is 2 is multiplied by 5 times. It's 32. Plus 2 raised to 4. 2 raised to 4 means that is 16. Here 0 into 2. 0 means here you can see 0. Then plus 4 plus 2 raised to 1. 2 raised to 1 is 2 plus 0. Point. Here 1 into 2 raised to -1 means 1 by 2 raised to 1 plus this one 0 into 2 raised to -2. 0 into ഇവിടെ 0 plus 1 into 2 raised to -3. So 1 into 2 raised to -3 എന്ന് ഞാൻ പറഞ്ഞു പവർ മൈനസ് ആണ്. So 1 by 2 raised to 3. ഇവിടെ നമുക്ക് നോക്കാം 32 plus 16 it is 48. 48 plus 4 it is 52. 52 plus 2 it is 54. 54 points. Then here 1 into 1 by 2 plus 1 into 1 by 2 raised to 3. 2 raised to 3 means, sorry, it is 8. 54 points 1 by 2 plus 1 by 8. ഈ 1 by 2 ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തൊന്നും കുറച്ച് മാർക്ക് കുറഞ്ഞു കിട്ടും. ഈ 1 by 2 plus 1 by 8, how you can simplify this 1 by 2 plus 1 by 8? നമുക്ക് പല ടെക്നിക്സും ഉണ്ടാവും. അതിലൊരു ടെക്നിക്സ് ആണ് നിങ്ങളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ here cross multiplication 8 plus 2 divided by 8 into 2, it is 16. So 10 by 16, that is 5 by 8. So your answer will become 54.5 by 8. ഈ 5 by 8 തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതിനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതണം. അതെങ്ങനെ എഴുതും? 5 divided by 8 ആണല്ലോ. 5 divided by 8. 5 എന്നുള്ള 5 8 എന്നുള്ളത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ പുട്ട് ഹിയർ എ ഡെസിമൽ ഹിയർ 15. ഇപ്പൊ ഈ പറയുന്ന ഒന്നും കമ്പ്യൂട്ടർ സയൻസ് അല്ല കേട്ടോ. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മാത്സ് ആണ് ഈ പറയുന്നത് മുഴുവനും. ഡിവൈഡ് ചെയ്യാനൊക്കെ 2 16 40 5 8 സോ 5 by 8 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 by 8 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.625 എന്ന് എഴുതാൻ പറ്റും. So what our final answer, it will become 54.625. This is your final answer. First we convert this decimal whole part, integer part, right? 110 110 ചെയ്തു. അതിന്റെ അപ്പുറത്തുള്ള ഡെസിമൽ ഇതെല്ലാം കൂടെ എഴുതിയിട്ട് കമ്പൈൻ ചെയ്തു. ഇനി ചില ആൾക്കാർക്ക് എക്സാമിന് ഇതൊന്നും ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെയെങ്കിലും എഴുതി വയ്ക്കുക. അപ്പൊ നമുക്ക് കുറെ മാർക്കെങ്കിലും കിട്ടും. ചിലപ്പോൾ 1/2 മാർക്ക് എന്തെങ്കിലും കുറയും. കാരണം 5 by 8 ഒന്നും എഴുതാൻ പാടില്ല. അതൊരു ഫ്രാക്ഷൻ ആണ് കിടക്കുന്നത്. So we have to convert that fraction also into the decimal number. So you will get the final answer 54.625. Okay. Now take this. Here's some assignments for you, homeworks for you. 10110.110. First question. Now 2 1100.011 3 10101.110. Take this.
ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ വരാം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഇത് 2-3 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾ ഇടയിൽ ഡിസ്കസ് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എനി ടൈം യു ക്യാൻ കോൺടാക്ട് ത്രൂ വാട്സ്ആപ്പ് മെസ്സേജ്. ആരാണ് ഏത് ക്ലാസ്സിലത്തെ, നിങ്ങളെ പേര് പറയുക, നിങ്ങൾ ഏത് ക്ലാസ്സിലത്തെ ആണ്, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. നിങ്ങൾ എഴുതി വെച്ച നോട്ടോ കാര്യങ്ങളോ ഒക്കെ ഫുള്ള് ഇങ്ങനെ നോട്ട് എടുത്ത് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളായി പോകും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ചില ഡൗട്ട്സ് ഒക്കെ നമുക്ക് നമ്മൾ ചിലത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ചോദിച്ച് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്തിട്ട് ചെയ്താൽ. ഞാൻ ചാറ്റ് ബോക്സ് ഓഫ് ആക്കി വെക്കാത്തത് നിങ്ങൾ അത് വെറുതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാൻ, ഡൗട്ടല്ല എന്തെങ്കിലും പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ചോദിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ചാറ്റ് ബോക്സ് അനാവശ്യമായിട്ട് കൂടെ ചാറ്റ് ചെയ്യരുത്. ഞാൻ അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂമിൽ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചില്ല. ചില ആൾക്കാർ എന്നോട് പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു, സാർ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് കയറാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് വെയിറ്റിംഗ് റൂം ഞാൻ ലോക്ക് ആക്കി വെക്കാത്തത്. അടുത്ത പ്രാവശ്യം ഇതെല്ലാം ഓഫ് ആക്കിയിട്ട് ലോക്ക് ആക്കിയിട്ട് വെക്കുന്നതായിരിക്കും. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് വെക്കും. അത് അതിന്റെ ആൻസേഴ്സ് നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് വെച്ച് നോക്കാൻ പറ്റും. കാരണം ഒരു ബൈനറി ഡെസിമൽ മാറ്റി ബൈനറി ആക്കിയാൽ നിങ്ങൾക്ക് അതിനെ തിരിച്ച് ഡെസിമൽ ആക്കി നിങ്ങൾ ആൻസർ ശരിയാണോ തെറ്റാണോ ആരോടും ചോദിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ അത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു അനദർ സെക്ഷൻ. ഇപ്പോൾ കൺവേർഷൻസ് നമ്മൾ ഇത് ബൈനറി അങ്ങോട്ടും ബൈനറി തിരിച്ച് ഡെസിമലിന് അങ്ങോട്ട് ബൈനറി ആക്കിയിട്ടും ബൈനറി തിരിച്ച് ഡെസിമൽ ആക്കിയിട്ട് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം. ആ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഈ ഒക്ടൽ? നമുക്ക് ആദ്യം നോക്കാം ഡെസിമൽ ടു ഒക്ടൽ. ഞാൻ ഡി ഫോർ ഡെസിമൽ, ഒ ഫോർ ഒക്ടൽ. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് 8 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം. ബേസ് ഈസ് 8. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബേസ് ഈസ് 8. ബേസ് 8 ആയ നമ്പർ സിസ്റ്റത്തിനെയാണ് ഒക്ടൽ. അപ്പൊ എന്തിനാണ് ഈ ഒക്ടൽ ഉപയോഗിക്കുന്നത്? ഈ ഒക്ടൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ആരോ ചോദിച്ചിരുന്നു. ഞാൻ ആ സമയത്ത് വരുമ്പോൾ പറഞ്ഞിരുന്നു വെച്ചാൽ ഇത് യൂണിവാക് അല്ലെങ്കിൽ PDB പല പല സിസ്റ്റംസ് ഉണ്ട്, പഴയ ഓൾഡ് സിസ്റ്റംസ്. അവിടെയൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു നമ്പർ സിസ്റ്റമാണ്. അപ്പൊ അതിന്റെ കൂടുതൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ നോട്ട്സ് അയച്ചിരുന്ന സമയത്ത് ഞാൻ നമുക്കത് വിട്ടുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഡെസിമലിനെ എങ്ങനെ നമ്മൾ ഓക്കെ ആക്കാം? സപ്പോസ് ദിസ് ഇസ് ദ ഡെസിമൽ നമ്പർ, സപ്പോസ് 43 ദിസ് ഇസ് ഡെസിമൽ. ഇതിനെ എങ്ങനെ ഓക്കെ ആക്കാം? ഡെസിമലിനെ ഹൗ വി കൺവേർട്ടഡ് ഇൻ ടു ബൈനറി നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഡെസിമലിനെ 43 ഡിവൈഡ് ചെയ്തു by 2, again divide by 2, again divide by 2. Then you continued your division until you get 1. ഒന്ന് കിട്ടുന്ന വരെ ഡിവൈഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ബിക്കോസ് ദ ബേസ് ഓഫ് ദ ബൈനറി ഈസ് 2. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? 43 എന്ത് ചെയ്താൽ മതി? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ 5 8 40, റിമൈൻഡർ എത്ര ഉണ്ട്? 3. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ നമുക്ക് എപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, ഇവിടെ നമുക്ക് ആൻസർ 8നേക്കാൾ കുറവായ ഒരു നമ്പർ എപ്പോൾ കിട്ടുന്നു, then you can stop. അവിടെ നമ്മൾ ബൈനറി ചെയ്തപ്പോൾ നമ്മൾ 1 എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താ, നമ്മൾ ഡിവൈഡ് ചെയ്ത 2 കൊണ്ടാണ്. 2നേക്കാൾ ചെറുതായ ഒരു സംഖ്യയാണ് 1. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റോപ്പ് അവർ ഡിവിഷൻ. Like that, here you can stop. Now we got 5. Now you take this fashion. The answer will be 5 3. 5 3 എന്ന് വെറുതെ എഴുതിയാൽ ഒരിക്കലും അതൊന്നും തെറ്റായി പോകുന്നുള്ള ധരിക്കും. അതുകൊണ്ട് 53 base 8. So 53 base 8. So 43 is the decimal number, and the corresponding octal number of 43 is 53. No, it is not 53. Don't read it as 53. നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് അത് 54 65 100 ഇതൊക്കെ വായിക്കാനുള്ള പെർമിഷൻ ഡെസിമൽ നമ്പർ മാത്രമേ. Now you read the number as 5 3 to the base 8. It's very simple. I'll do one more problem. 179. 179. Our decimal number. How you can convert? Take this number 179, then divide by 2. Sorry, divide by 8. Again divide by 8.
Now you can stop because you reach here on 52. Now take this. The answer is 263 to the base. Okay. Take this. ഞാൻ ഈ പേജ് മറക്കുന്നതിന് മുന്നേ തന്നെ ഇതിനെ തിരിച്ച് എങ്ങനെ dividing this area into two. Now next topic, octa to decimal. Octa to decimal. നമ്മളിപ്പോൾ ഡെസിമലിനെ ഒക്ട ആയിട്ട് നമ്മൾ പഠിച്ചു. എങ്ങനെ divided by 8 until we get a number which is less than 8. 8നേക്കാൾ ചെറുതായ നമ്പർ കിട്ടുന്ന ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ എങ്ങനെ അപ്പൊ നമ്മൾ എന്തൊക്കെ നമ്മൾ ബൈനറിയിൽ ചെയ്തു, രണ്ടുകൊണ്ട് എന്തൊക്കെ ചെയ്തു അതൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാം. സോ നമുക്ക് 553 ആണ് നമുക്ക് കിട്ടിയത്. 43 എന്നുള്ള നമ്പറിനെ നമ്മൾ octal ആക്കി. While we converted into octal number, we got a number 53. Now if you convert this 53 back to the decimal, you should get 43. കിട്ടണമല്ലോ, 53 തിരിച്ചാക്കി കിട്ടണ്ടേ. അപ്പൊ നമുക്ക് 53 എന്നുണ്ട്. ഈ 53 നമുക്ക് തരും. 53 53 ആണ്. 5t3 to the base 8. എങ്ങനെ ചെയ്യാൻ പറ്റും? How you converted the binary to decimal? ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ക്ലാസ് പഠിച്ചത് ബൈനറി ടു ഡെസിമൽ എന്താ ചെയ്തത്? into 2 ചെയ്തിട്ട് പവർ 0 1 2 3 എടുത്തു. അപ്പൊ ഇവിടെ അവിടെ into 2 എന്നിട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? into 8 ഇട്ടു ചെയ്യും. So just write like this: 5 into 8 plus 3 into 8. Put the power 0. Here the power 1. Okay, then 5 into 8 raised to 1 means, what is the meaning of 8 raised to 1? It is 8. So 5 into 8 plus 3 into 8 raised to 0. 8 raised to 0 means it is 1. Anything raised to 0, remember, I remind you once again, anything power 0 is 1. So 3 into 1. The answer is 5 into 8 is 40. 3 into 1 is 3. The answer is 43. We got our 43 back. See. Take this example. 263. 263 to the base 8. എങ്ങനെ ചെയ്യാൻ പറ്റും? 2 into 8 plus 6 into 8 plus 3 into 8. Put the power 0, 1, 2. 2 into 8 raised to 2 means 8 into 8. It is 64 plus 6 into 8 raised to 1. 8 raised to 1 means 8 plus 3 into 8 raised to 0 means it is 1. Here 2 into 64, it is 128 plus 6 into 8, it is 48. Then plus 3 into 1, it is 3. It is 179. We got our 179. 179 എന്നുള്ള ഡെസിമൽ നമ്പറിനെ നമ്മൾ ഒക്ടൽ ആക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 263 ഒക്ടൽ നമ്പർ കിട്ടി. അപ്പൊ ഈ 263 എന്നുള്ള ഒക്ടലിനെ ഡെസിമൽ ആക്കി നമുക്ക് എന്ത് തിരിച്ചു കിട്ടുന്നു? 179 കിട്ടുന്നു. അത് കിട്ടുന്നത്. This is how you can check whether your answer is correct or not. Okay, take this.
and take here some homeworks. Decimal to octal. 1. 327. 2. 29. 3. Then decimal to octal. 141. ഈ മൂന്നെണ്ണവും നിങ്ങൾ ഡെസിമലിൽ നിന്ന് ഒറ്റയാക്കി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഡെസിമലിൽ നിന്ന് ഒറ്റയാക്കി നോക്കി. ഇത് ചെയ്യും. എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്യുക? ഈ ഒറ്റയെ തിരിച്ച് ഡെസിമൽ ആക്കി നോക്കുക. വേറെ വർക്ക് ചെയ്യാൻ തരേണ്ട ആവശ്യമില്ല. ഒറ്റ ഡെസിമലിനെ നിങ്ങൾ ഈ ഏത് 327 എന്നുള്ള ഡെസിമലിൽ ഒറ്റയാക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആ ഒറ്റയെ തിരിച്ച് ഡെസിമൽ ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് 127 കിട്ടണം. അതുപോലെ തന്നെ 29 നിങ്ങൾ ഒറ്റയാക്കി മാറ്റിയാൽ നമുക്ക് ഒരു നമ്പർ കിട്ടും. അതിനെ തിരിച്ച് ഡെസിമൽ ആക്കി അത് നിങ്ങൾ പഠിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടണം? തിരിച്ച് 29 കിട്ടണം. അതുമാതിരി 141 അതേമാതിരി ചെയ്യുക, തിരിച്ചാൽ. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എല്ലാം കൂടെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതൊരു ബേർഡനായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാൻ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ പരമാവധി ഞാൻ വാട്സപ്പിലൂടെ 1-2-3 പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് തരാം. വെറും 3 പ്രോബ്ലംസ് മാത്രമാക്കണ്ട, വേറെയും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് തരാം. അപ്പൊ അത് നിങ്ങളത് വൃത്തിയായിട്ട് നോക്കുക. ഇതിൽ എന്തെങ്കിലും ഈ ക്ലാസ്സിൽ ഇന്ന് ചെയ്തതിൽ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പരസ്പരം നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. പിന്നെയും നിങ്ങൾക്ക് തീരെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജിലൂടെ ആദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ വെറുതെ നിങ്ങൾക്ക് എന്ത് കാര്യം ചോദിക്കുമ്പോഴും നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ചോദിക്കാം. അല്ലാണ്ട് അനോണിമസ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ. So now we are going to stop our class here. This is today's class, and the next we will start with our hexadecimal number system. The base is 16. അപ്പൊ ഇനി ഞങ്ങൾക്ക് വേറൊരു ഇൻഫർമേഷൻ കൂടെ തരാം. ഇപ്പൊ ഇതിന് പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ഡെസിമലിനെ ഒക്കെ നമ്മൾ പോയിന്റ് ആകുമ്പോൾ എന്താ ചെയ്യണം? നമ്മൾ ബൈനറിയിൽ പോയിന്റിന് എന്താ ചെയ്തത്? അത് ആലോചിച്ചു. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത് ബൈനറി, അതായത് 2 കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ തിരിച്ച് 8 കൊണ്ട് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 16. ഇപ്പൊ അത് ഒരു ക്ലൂ നിങ്ങൾക്ക് തരാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമൽ ആക്കി. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഹെക്സാ നമ്പർ എന്താണ്? ഹെക്സാ നമ്പർ എന്ന് പറഞ്ഞാൽ ബേസ് 16 ആണ്. ബേസ് 16 നമ്പർ സിസ്റ്റത്തിനാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഒരു ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമൽ ആക്കാൻ പറ്റും? 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 16 ഡിവൈഡ് ചെയ്ത് വരും. അപ്പൊ ചെറിയ വേറെ പ്രശ്നം വരും. അത് ആ സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടി, അവയർനെസ്സിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ 16 എന്തൊക്കെ നമ്മൾ 2 കൊണ്ട് ചെയ്തു. ഇപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ 2 കൊണ്ട് whatever we have done with our number 2, all the transactions you can do with 8 and 16. Right? Okay, so this is the time to stop our class. Thank you.